റഷാസ് വൈബ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീട് മൊത്തം ഒറ്റ ദിവസം കൊണ്ട് ക്ലീൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് ക്ലീനിങ് ടിപ്സും ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇന്ന് സ്കൂളും മദ്രസയൊന്നും ഇല്ലാത്ത തിരക്കില്ലാത്തൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ദിവസം വേണം നമ്മൾ ഡീപ്പ് ക്ലീനിങ്ങിനായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഉണ്ണിമോൾ ഇതാ അവിടെ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുഞ്ഞൂസ് എണീറ്റിട്ട് ഇതാ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെക്കുകയാണ്. കാരണം ക്ലീനിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ ക്ലീനിങ്ങിന് ഇറങ്ങുന്നത്. ഉച്ചക്കൽക്കുള്ള കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വെള്ളപ്പവും അതുപോലെ തന്നെ മുട്ടക്കറിയുമാണ് ഉണ്ടാക്കുന്നത്. അതൊക്കെ മുട്ടക്കറിയൊക്കെ ഞാൻ തലേ ദിവസം ഉണ്ടാക്കി വെച്ചു. അപ്പോൾ വെള്ളപ്പം ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതാ എല്ലാ റൂമിലത്തെയും ഫാനൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ലാഡർ ഉള്ളത് കൊണ്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് കേട്ടോ അഭ്യാസം. അപ്പോൾ ചെറുതായിട്ട് നനച്ചിട്ടാണ് തുടയ്ക്കുന്നത്. ആദ്യം ഒന്ന് പൊടിയൊക്കെ തട്ടിയെടുത്തു, അതിന് ശേഷം ഈ പൊടിയൊക്കെ ഒന്നിങ്ങനെ തുടച്ചെടുക്കുകയാണ്. ഇത് ലിവിങ് റൂമിലത്തെ ഫാനാണ് കേട്ടോ. ഇനി അടുത്തത് ഇതാ ഡൈനിങ് റൂമിലത്തെ ഫാനാണ് തുടയ്ക്കുന്നത്. അത് പിന്നെ മേശയുള്ളതുകൊണ്ട് അതിൻ്റെ മുകളിൽ കയറിന്നിട്ടാണ് കേട്ടോ തുടയ്ക്കുന്നത്. ഫാനൊക്കെ തുടച്ച് കഴിഞ്ഞപ്പോൾ ഞാനിതാ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ഇത് മക്കൾ കിടക്കുന്ന റൂമാണ്. അപ്പോൾ ഇവിടുത്തെ ബെഡ്ഷീറ്റുകളും പില്ലോ കവേഴ്സൊക്കെ മാറ്റി പൊടിയൊക്കെ ഒന്ന് തട്ടിയിട്ട് ഇതാ ബെഡിൻ്റെ അടിയിലത്തെ കട്ടിൻ്റെ അടിയിലത്തെ പൊടിയൊക്കെ തട്ടിയെടുക്കുകയാണ്. ജനലിൻ്റെ മുകളിലത്തെ പൊടിയൊക്കെ എടുത്തു. അതിനുശേഷം ഇതാ മാറോലൊക്കെ ഒന്ന് തട്ടിയെടുക്കുകയാണ് കേട്ടോ. ചെമ്പരൻ്റെ മുകളിൽ എന്തെങ്കിലും പൊടി ഉണ്ടോ എന്നൊക്കെ നോക്കുകയാണ്. അപ്പോൾ മാസത്തിലൊരിക്കലെങ്കിലും ഇതേപോലെ നമ്മൾ ബെഡൊക്കെ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് കട്ടിലൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. എങ്കിലാണ് ആ ഒരു കറക്റ്റായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് പോവുള്ളൂ. അപ്പോൾ ഇവിടെ മക്കളാണെങ്കിൽ ഒരുപാട് വരയ്ക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ പേപ്പറുകളൊക്കെ അവരറിയാതെ തന്നെ കട്ടിൻ്റെ അടിയിലേക്കൊക്കെ പോവും. ഡെയിലി നമ്മൾ അടിച്ചാലും സൈഡിലത്തെ ഒന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബെഡ് ആഴ്ചയിലോ 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ മാസത്തിലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ടിട്ട് നമ്മൾ അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. എനിക്ക് ഒരു പൊസിഷനിൽ തന്നെ ബെഡും അല്ലെങ്കിൽ അൽമാരൊക്കെ എടുക്കുന്നത് ഇഷ്ടമല്ല. ഓരോ പ്രാവശ്യം ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ സമയത്ത് ഞാൻ കട്ടിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിടാറുണ്ട്. അങ്ങനെ ഇതാ ഈ റൂം ഏകദേശം ക്ലീൻ ആയിട്ടുണ്ട്. അടുത്തത് ഇതാ കുട്ടികളുടെ പ്ലേ റൂമാണ് കേട്ടോ. അപ്പോൾ അവരുടെ പ്ലേ ഹൗസ് ടെൻ്റൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് കേട്ടോ അവർ ബുക്ക് വായിക്കണതും എഴുതുന്നതും അങ്ങനെയുള്ള പരിപാടികളൊക്കെ അതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് പുതപ്പുകൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ് കേട്ടോ. ഈ ടെൻറ്റ് കഴിഞ്ഞ ലോക്ക്ഡൗണിന് ആമസോണിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അവർക്ക് ബോറടിച്ചിട്ടൊക്കെ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വേണ്ടതെന്ന് വിചാരിച്ചിട്ട് അന്ന് വാങ്ങിച്ചു കൊടുത്തതാണ്. എപ്പോഴൊന്നും ഇതിൽ കളിക്കൊന്നുമില്ല. ചില സമയത്ത് അവർക്കൊരു ആഗ്രഹം വരും കളിക്കണമെന്ന്. അപ്പോൾ ആ സമയത്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഞാനത് എടുത്ത് വെക്കാറാണ്. ഈ റൂമിലും ഇതാ ഒരുപാട് പൊടിയുണ്ട് കേട്ടോ. അപ്പോൾ കട്ടിൻ്റെ അടിയിൽ നിന്നൊക്കെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാ കട്ടിലിൻ്റെ പൊസിഷനൊക്കെ മാറ്റിയിടുകയാണ് കേട്ടോ. അങ്ങനെ ഈ റൂമൊക്കെ ഇതാ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഇതിലത്തെ കബോർഡിൻ്റെ കുറച്ച് ക്ലീനിങ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിലത്തെ ക്ലീൻ ചെയ്യാണ്. കബോർഡിൻ്റെ ഉള്ളൊക്കെ ആകെ ഡിസോർഡർ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത ബില്ലുകളും ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഒരു കവർ എടുത്തിട്ട് അതിലേക്ക് ആവശ്യമില്ലാത്ത പേപ്പറുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആ ഒരു കവറിലേക്ക് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ പുതിയ iPhone 12 Pro Maxൻ്റെ കവറാണ്. അപ്പോൾ ഈ ഫോണിലാണ് ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. ഇതെനിക്ക് ഇക്ക കൊടുത്തയച്ചതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു അൺബോക്സിംഗ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല വേറെ. അപ്പം ഞാൻ ഉപയോഗിച്ചിരുന്നത് ഹുവാവേൻ്റെ നോവ 3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോണായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് അതിൻ്റെ ബോർഡൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് ഫോൺ ഉപയോഗിക്കാൻ പറ്റാതെ ആയിട്ടോ. ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അതിൽ. പക്ഷെ അതൊന്നും എനിക്ക് കിട്ടിയില്ല.
എൻ്റെ കൂടെ ഇതാ മക്കൾ രണ്ടുപേരും ഉണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പം ഞാനിത് ആവശ്യമുള്ള പേപ്പറുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഡെയിലിയൊക്കെ ആവശ്യമുള്ള, നമുക്ക് എപ്പോഴും ആവശ്യമുള്ള കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ വെച്ചിട്ടുള്ളത്. ബാക്കിയൊക്കെ വേറെ സ്ഥലത്താണ് കേട്ടോ. നമുക്ക് ആവശ്യമില്ലാത്ത, എപ്പോഴും നമ്മൾ എടുക്കാത്ത കാര്യങ്ങളും സർട്ടിഫിക്കറ്റ്സൊക്കെ വേറെ കബോർഡിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് മിക്കവാറും എല്ലാ മാസമൊക്കെ ആവശ്യമുള്ള സാധനങ്ങളാണ് ഇവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ. അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ കബോർഡൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലത്തെ റാക്ക് ഉണ്ടല്ലോ അതൊന്ന് പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുക്കണം. അതിൻ്റെ മുകളിലൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഒന്ന് കുന്നുകൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ 2 റൂം കഴിഞ്ഞപ്പോൾ തന്നെ ആകെ ക്ഷീണിച്ചു കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് പണിയുള്ള ലിവിങ് റൂമിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലിവിങ് റൂമിൽ അധികം വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാറില്ല. സോഫയൊക്കെ ഒന്ന് മാറ്റി ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പോൾ അതുപോലെ തന്നെ സോഫയുടെ അടിയിൽ കുറച്ച് പൊടിയൊക്കെ ഉണ്ടാവും, അതൊന്ന് ചെയ്യണം. പിന്നെ മെയിനായിട്ടുള്ളത് അക്വേറിയം ക്ലീൻ ചെയ്യണം കേട്ടോ. അങ്ങനെ ഈ ഒരു 3 കാര്യങ്ങൾ മാത്രമേ ലിവിങ് റൂമിൽ ചെയ്യാനുള്ളൂ. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉപ്പ വന്നു കേട്ടോ. ഉപ്പ അതാ ഈ ഒരു വലിയ ചിരവക്കായ കൊണ്ടുവന്നേരം വന്നതാണ്. അപ്പോൾ ഇത് പകുതിയാണ് കേട്ടോ. അപ്പോൾ നല്ല നീളമുള്ള ചിരവക്കായാണ്, വീട്ടിലുണ്ടായതാണ് കേട്ടോ. അപ്പോൾ സോഫയുടെ പൊസിഷനൊക്കെ ഞാനൊന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ. എപ്പോഴും ഒരേപോലെ കിടക്കുമ്പോൾ ഒരു സുഖമില്ല. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് വേറൊരു രീതിയിൽ വെക്കുകയാണ്. അപ്പോൾ ജനലിൻ്റെ മുകളിലത്തെ പൊടികളും ഒക്കെ ഒന്ന് തട്ടിയെടുത്തു. ഇനി അവിടെയൊക്കെ ഒന്ന് അടിച്ചിട്ട് ഒന്ന് തുടയ്ക്കണം കേട്ടോ. തുടയ്ക്കലെല്ലാം കഴിഞ്ഞിട്ടേ തുടയ്ക്കുകയുള്ളൂ. എല്ലാ റൂമിലത്തെയും പൊടിയൊക്കെ തട്ടി കഴിഞ്ഞിട്ടേ പിന്നെ തുടയ്ക്കുകയുള്ളൂ. ഈ ഒരു സിലിണ്ടറിൻ്റെ താഴെയുള്ള ഒരു റോളർ ഉണ്ടല്ലോ അത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ്. മറ്റേത് ഞാൻ എടുത്ത് പൊക്കണമായിരുന്നു, പക്ഷേ ഇത് നമുക്ക് ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുപോകാൻ പറ്റും. നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ വലിയ റൂമിലേക്ക് എത്തി. അതായത് ഓഫീസ് കം സ്റ്റഡി റൂം. ഓക്കെ, അപ്പോൾ ആ ഒരു റൂമിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ അതാ ഒരുപാട് ബുക്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്, പൊടിയൊക്കെ തട്ടി വെക്കുകയാണ് കേട്ടോ. ബുക്സൊക്കെ ആകെ ഇങ്ങനെ മിക്സ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ, ലാംഗ്വേജസൊക്കെ. അപ്പോൾ ഞാൻ 2-3 സെക്ഷനാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ തന്നെ അറബി, അങ്ങനെ 3 സെക്ഷനാക്കിയിട്ടാണ് ഞാൻ ബുക്സുകൾ വെച്ചിട്ടുള്ളത്. അങ്ങനെ ഇതാ ബുക്സിൻ്റെ സെക്ഷനൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. അടുത്തത് ആ റൂമിൽ തന്നെ എൻ്റെ കുറച്ച് പർദ്ദകൾ, എപ്പോഴും പുറത്തൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ പർദ്ദകളും അങ്ങനെയൊക്കെ ഉള്ളത് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട്, എപ്പോഴൊന്നും ഉപയോഗിക്കാറില്ല, അപ്പോൾ പൊടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് എടുത്ത് വെക്കണം. അതുപോലെ ഇക്ക വരുമ്പോൾ ഇടുന്ന ഡ്രസ്സുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു ട്രോളിയിലാക്കിയിട്ട് മുകളിലേക്ക് കയറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇക്ക വന്നതിന് ശേഷം അതൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഒക്കെ അൽമാരയിൽ തന്നെയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെക്കുകയാണ്. ഈ ഒരു അൽമാരയിലാണ് ബെഡ്ഷീറ്റുകളും പില്ലോ കവേഴ്സും അതുപോലെ തന്നെ മൈക്രോ ഫൈബർ ക്ലോത്തുകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഈ ഒരു റൂമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ വെക്കുമ്പോൾ പില്ലോ കവേഴ്സ് ആ ബെഡ്ഷീറ്റിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവുമൊന്നുമില്ല. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റുകൾ ഇല്ലാത്ത പില്ലോ കവേഴ്സ് ഉണ്ടല്ലോ അത് മാത്രമാണ് ഒറ്റയ്ക്ക് വെക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ ആ ഒരു ബെഡ്ഷീറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് വെക്കുന്നത്. അതൊക്കെ കഴിഞ്ഞപ്പോൾ ദാ ഇവിടെ ഒരു ചെറിയ ഫാൻ ഉണ്ട് കേട്ടോ, ഒരു പെഡസ്ട്രിയൽ ഫാന്. അപ്പോൾ അതിൻ്റെ പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുക്കുകയാണ്. അതുപോലെ ബെഡ്ഷീറ്റുകളൊക്കെ മാറ്റിയിട്ട് ഈ റൂമിലത്തെ കട്ടിലും ഒന്ന് പൊസിഷനൊക്കെ മാറ്റിയിട്ട് ഇടുകയാണ് കേട്ടോ. കട്ടിൽ മാത്രമല്ല മേശയും അൽമാരയും ഒക്കെ പൊസിഷൻ മാറ്റി ഇടുന്നുണ്ട്. അപ്പോൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ലത് ഓരോ ദിവസം ഓരോ റൂമായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. എല്ലാം കൂടി ഒറ്റ ദിവസം ചെയ്ത് തീർക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ടയേർഡാവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക ചെയ്യുന്നത്. ഞാനും ഓരോ ദിവസം ഓരോ റൂമായിട്ടാണ് ചെയ്യാറുള്ളത്. ചില ദിവസങ്ങളിൽ ഇങ്ങനെ ചെയ്യാറുണ്ട് എന്ന് മാത്രം. അപ്പോൾ മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ എന്തായാലും ഇതേപോലെ ഒന്ന് ചെയ്യണം നിങ്ങൾ കേട്ടോ. കാരണം നമ്മൾ കാണാത്ത ഒരുപാട് പൊടികളും കാര്യങ്ങളൊക്കെ സൈഡിലൊക്കെ കിടക്കുന്നുണ്ടാവും. എത്ര നമ്മൾ ഡെയിലി അടിച്ച് തുടച്ച് വൃത്തിയാക്കിയാലും പോവാത്ത കുറേ പൊടികൾ പിന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് റൂമൊക്കെ ക്ലീൻ ആയതിന് ശേഷം ഞാനിതാ പുറത്തേക്ക് ഇറങ്ങി സിറ്റ് ഔട്ട് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സിറ്റ് ഔട്ടിലത്തെ കാർപ്പറ്റുകളൊക്കെ ഒന്ന് കഴുകിയിട്ടുണ്ട്. അതിന് ശേഷം ഞാനിതാ ഈ ഒരു ടൈലൊക്കെ ഒന്ന് പൊടിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഇനി അവസാനത്തെ പണി എന്ന് പറയുന്നത് ഈ ഒരു അക്വേറിയം ക്ലീൻ ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ അക്വേറിയം ഞാൻ ആദ്യമായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ലൈറ്റ് ഇട്ടേക്കാറുണ്ട്, രാത്രി മാത്രമേ ലൈറ്റ് ഓഫ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പായൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. ആദ്യം തന്നെ മീനുകളൊക്കെ അക്വേറിയത്തിൽ നിന്ന് ഒരു ബക്കറ്റിലേക്ക് വെള്ളത്തിലേക്ക് ഇടുകയാണ് കേട്ടോ.
അതിന് ശേഷം ഇതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് മാറ്റി പുറത്തേക്ക് കൊണ്ടുപോയി ഒഴിക്കുകയാണ്. ഇതിലെ കല്ലുകളൊക്കെ മാറ്റിയിട്ട് അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. അതിന് ശേഷം ഇതാ വെള്ളം, പുതിയ വെള്ളം നിറച്ചിട്ട് കുറച്ച് സമയം മോട്ടറൊക്കെ ഒന്ന് ഇട്ട് വെക്കണം കേട്ടോ. അതിന് ശേഷമാണ് നമുക്ക് മീനുകളെ ഇടാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു പുല്ല് പോലെയുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സംഭവം ഉണ്ടല്ലോ, അതൊക്കെ ഞാനിതൊന്ന് ഒഴിവാക്കിയിട്ടോ. കാരണം ഇതിലിടുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൽ അഴുക്ക് പിടിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റി ഈ കല്ലുകളൊക്കെ ഒന്നിങ്ങനെ ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ മീനുകളെ തിരിച്ച് ഇതിലേക്ക് ഇടുകയാണ്. അങ്ങനെ എല്ലാ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് തുടയ്ക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതൊന്നും എനിക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അപ്പോഴത്തേന് ഞാൻ ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, ക്ലീനിങ് എല്ലാം കഴിഞ്ഞപ്പോൾ ഇതാ മക്കളുടെ വക ചെറിയൊരു ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ മക്കളും നന്നായിട്ട് ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാട്ടൊന്നും എനിക്കിതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ട്. അങ്ങനെ ഡാൻസ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് അങ്ങനെ പിരിഞ്ഞു. ഞാൻ വൈകുന്നേരത്തിന് ഫുഡൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. പിന്നെ ഇക്കാനെ കൊണ്ട് പൊറോട്ടയും ബീഫ് ചില്ലിയൊക്കെ വാങ്ങിപ്പിക്കുകയാണ് ചെയ്തത്. നല്ല അടിപൊളി പൊറോട്ടയാണ് കേട്ടോ. ഇവിടെ ഞങ്ങളുടെ നാട്ടിലെ പേരുകേട്ട പൊറോട്ടയും ബീഫ് ചില്ലിയാണിത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രത്യേക രുചിയാണ്. എങ്ങനെ നമ്മൾ ഉണ്ടാക്കിയാലും ഈ ഒരു രുചി കിട്ടില്ല. ഈ പൊറോട്ടയുടെ കൂടെ നല്ല അടിപൊളി ഒരു ഗ്രേവി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൊറോട്ടയും ഗ്രേവിയും അതുപോലെ തന്നെ ബീഫ് ചില്ലിയാണ് വാങ്ങിച്ചത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ അവസാനിച്ചു. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു ക്ലീനിങ് മോട്ടിവേഷൻ ആയിരുന്നു. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ഓൾ അമർത്തുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി. താങ്ക് യു ഫോർ വാച്ചിങ്.